യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യം 5 നാം ഇങ്ങനെ വായിക്കുന്നു: എന്തുകൊണ്ട് ഈ തൈലം 300 ദിനാറിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? പശ്ചാത്തലം ഇതാണ്. യേശു ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. മറിയം എന്ന സ്ത്രീ സുഗന്ധതൈലം കൊണ്ടുവന്ന് അവിടുത്തെ പാദങ്ങൾ പൂശി. വിലയേറിയതായിരുന്നു അത്. ഇത് കണ്ട് യൂദാസിൻ്റെ കപട ഹൃദയം ധാർമ്മിക രോഷം കൊണ്ട് ആളിക്കത്തി. അവൻ വിളിച്ചു പറഞ്ഞു: എന്തിനാണ് ഈ വേസ്റ്റ്? ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ കള്ളനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കപടതയായിരുന്നു അവൻ്റെ മനസ്സിൽ. 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കം നോക്കി നടക്കുന്നവനായിരുന്നു അവൻ. അവനാണ് ദരിദ്രരോടുള്ള തൻ്റെ സ്നേഹം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ. യേശു അവനെ ശകാരിക്കുന്നില്ല. യേശു മറിയത്തിൻ്റെ പ്രവൃത്തിയെ പ്രശംസിച്ചു. യഹൂദരുടെ നടപ്പനുസരിച്ച് ശവസംസ്കാരം തൈലം കൊണ്ട് പൂശുന്ന പതിവുണ്ടായിരുന്നു. തൻ്റെ മൃതസംസ്കാരത്തിന് ഒരുക്കമായി അവൾ തൈലം പൂശി എന്ന് വിചാരിച്ചാൽ മതി എന്നവിടുന്ന് പറയുന്നു. താൻ മരണത്തോടടുക്കുകയാണ് എന്നുള്ള വ്യക്തമായ സൂചനയാണ് യേശു അവിടെ നൽകിയത്.